മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. മഹാനവമി, ദുർഗാഷ്ടമി, വിജയദശമി എല്ലാം ലക്ഷ്മി, സരസ്വതി, പാർവതി തുടങ്ങിയ ഭാരതീയ ദേവതാസങ്കല്പത്തില് ഐശ്വര്യത്തിൻ്റെ ദേവതയായ ലക്ഷ്മിയും അറിവിൻ്റെ ദേവതയായ സരസ്വതിയും ശക്തിയുടെ ദേവതയായ പാർവതിയുമെല്ലാം ആരാധിക്കപ്പെടുന്ന ദിവസങ്ങളാണ്. ലോകത്തിലെ 9 അംഗീകരിക്കപ്പെട്ട വലിയ മതങ്ങളുടെ ആധാരശിലകൾ എടുത്തു നോക്കിയാൽ അറിയാം, ക്രിസ്തുമതത്തില് പുരുഷ ദേവതയായ യഹോവയെ ആരാധിക്കപ്പെടുന്നു പരമമായിട്ട്. പുണ്യവാളന്മാരില് 85% പുണ്യവാളന്മാരും സായിപ്പന്മാരാണ്, യൂറോപ്യന്മാരോ അമേരിക്കക്കാരോ ആണ്. ബാക്കി 15% ഉള്ളൂ സ്ത്രീകളായിട്ട്. സെന്റ് മേരിയും സെയിന്റ് ഫിലോമിന, അങ്ങനെ കുറച്ച് പേര്. ഇസ്ലാം മതത്തില് അല്ലാഹു ആണ് എല്ലാം, പുരുഷ ദേവത, പ്രവാചകൻ, പ്രവാചകന്റെ മരുമകൻ, അങ്ങനെ പോകുന്നു, ഖലീഫ. അങ്ങനെ പുരുഷന്മാർക്ക് ഏറ്റവും പ്രാധാന്യമുള്ളതാണ് ഇസ്ലാം മതം. ബുദ്ധമതത്തിലും ബുദ്ധനെ തന്നെ സ്ത്രീയായിട്ട് മാതാവായിട്ട് കാണുന്നുണ്ടെങ്കിലും പുരുഷ പ്രാധാന്യമുള്ളതാണ്. പക്ഷെ ഹിന്ദു ധർമ്മത്തില് 5 ലെവലിലുള്ള ഈശ്വര സങ്കല്പത്തില് ഒന്നാമത്തെ ലെവലായ ക്ഷേത്ര സങ്കല്പത്തില് കേരളത്തിലെ, ഭാരതത്തിലെ എത്രത്തോളം പുരുഷ ദേവാലയങ്ങളുണ്ടോ, ദേവന്മാരെ ആരാധിക്കുന്ന ആലയങ്ങളുണ്ടോ, അത്രയുമോ അതിനേക്കാൾ കൂടുതലോ ദേവതാ സങ്കല്പങ്ങളെ ആരാധിക്കുന്ന ദേവാലയങ്ങളുണ്ട്. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം, ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം, കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം, ചേർത്തല കാർത്യായനി ക്ഷേത്രം, അങ്ങനെ എവിടെ വേണമെങ്കിലും എടുത്തു നോക്കാം. ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും ശിവനെയും വിഷ്ണുവിനെയും കൃഷ്ണനെയും ആരാധിക്കുന്ന, അതിനേക്കാൾ കൂടുതൽ ദേവീ സങ്കല്പങ്ങളെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. ഏറ്റവും കുറഞ്ഞത് തുല്യമായിട്ട് സംഖ്യാപരമായിട്ട് ഉണ്ടെന്നെടുക്കുകയാണെങ്കിൽ സ്ത്രീ പുരുഷ സമത്വം ക്ഷേത്രങ്ങളിൽ നിന്ന് ആരംഭിക്കുന്നു. അടുത്ത ലെവലിലേക്ക് എടുക്കുകയാണെങ്കിൽ അവതാരങ്ങളായിട്ടും ദേവതാ സങ്കല്പങ്ങളുണ്ട്. കേരളത്തിലെ, ഭാരതത്തില് ബ്രഹ്മകുമാരീസില് മാതാജിയുണ്ട്, അമൃതാനന്ദമയി, അതേപോലെ സായിബാബ, ശ്രീ രവിശങ്കർ. സാധാരണ മനുഷ്യരിൽ നിന്ന് ഭിന്നമായിട്ട് ഉയരങ്ങളിലേക്ക് പോയിരിക്കുന്നവര് എന്നർത്ഥം. അരവിന്ദ മഹർഷിയുടെ കൂട്ടത്തില് ദി മദർ അവതാരമായിട്ട് നിൽക്കുന്നു. രാമകൃഷ്ണ പരമഹംസരുടെ കൂട്ടത്തിൽ ശാരദാദേവി അവതാരമായിട്ട് നിൽക്കുന്നു. ശ്രീനാരായണ ഗുരുദേവൻ ശാരദാ പ്രതിഷ്ഠയാണ് ഭംഗിയായിട്ട് നടത്തിയത്. മണ്ണന്തല ദേവിയെയും ഭദ്രകാളിയെയും ആരാധിക്കുന്ന പോലെ തന്നെ നാരായണ ഗുരുദേവൻ ശിവപ്രതിഷ്ഠയും നടത്തി. അവതാരത്തിന്റെ ലെവലിലും സ്ത്രീ പുരുഷ സങ്കല്പം ഒരേപോലെ വരുന്നു. പിന്നെ ത്രിമൂർത്തി സങ്കല്പത്തിന്റെ 3ാമത്തെ ലെവലിലെത്തുമ്പോൾ സരസ്വതി ഇല്ലാത്ത ഒരു ബ്രഹ്മാവ്, ഒരു സൃഷ്ടികർത്താവിനെ ചിന്തിക്കാനേ സാധിക്കില്ല. ശരിക്കും ബ്രഹ്മാവിനേക്കാൾ പ്രാധാന്യം സരസ്വതിക്കാണ്. ബ്രഹ്മാവിന് ക്ഷേത്രമേ ഇല്ല, സരസ്വതിയാണ് വിദ്യയുടെ മുഴുവനും, അറിവിന്റെ മുഴുവനും ആധാരമായ സ്ത്രീ സങ്കല്പമായിട്ട് നിൽക്കുന്നത്. മഹാവിഷ്ണുവിന് ലക്ഷ്മിയോട് കൂടിയൊരു മഹാവിഷ്ണുവാണ്. ഇന്ന് സ്ത്രീയുടെ പേര് ആദ്യവും പിന്നെ പുരുഷന്റെ പേരും എഴുതിയാൽ
അത് സ്ത്രീയുടെ പേരായിട്ടാണ് കണക്കാക്കുക. സ്ത്രീയുടെ പേര് ആദ്യവും പിന്നെ പുരുഷന്റെ പേരും എഴുതിയാൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഭാര്യയുടെ പേരിനോടൊപ്പം ഭർത്താവിന്റെ പേര് എഴുതുക ഇന്നത്തെ സിസ്റ്റാണ്. പണ്ട് ഒരുപക്ഷെ മറിച്ചായിരുന്നിരിക്കും. ഭർത്താവ് അറിയപ്പെടുന്നത് ഭാര്യയുടെ ഭർത്താവ് എന്നുള്ള പേരില്ല. സീതാരാമൻ എന്ന് പറഞ്ഞാൽ സ്ത്രീയല്ല, പുരുഷനാണ്. സീതാരാമ റാവു, സീതാരാമ റെഡ്ഡി എന്നൊക്കെ പറയുമ്പോൾ രാമൻ അറിയപ്പെടുന്നത് സ്ത്രീയുടെ ഫസ്റ്റ് പേരിലാണ്. ലക്ഷ്മി നാരായണൻ, ഗൗരി ശങ്കർ ഇതെല്ലാം പുരുഷന്മാരുടെ പേരാണെങ്കിൽ സ്ത്രീയുടെ പേരാണ് ആദ്യം. അപ്പോ ശരിക്ക് ലക്ഷ്മി ഇല്ലാത്ത ഒരു മഹാവിഷ്ണുവിനെ ചിന്തിക്കാനേ സാധിക്കില്ല. അതേപോലെ പാർവതി ഇല്ലാത്ത ഒരു ശിവനില്ല. അർദ്ധനാരീശ്വര സങ്കല്പമാണ്. അപ്പം മൂന്നാമത്തെ ലെവലിലുള്ള ഈശ്വര സങ്കല്പത്തിലെ സ്ത്രീ എത്രത്തോളം ആരാധിക്കപ്പെടുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് ക്ഷേത്രങ്ങളുടെ ലെവലെടുക്കുകയാണെങ്കിൽ എത്ര ദേവന്മാരുടെ പ്രതിഷ്ഠകളുള്ള ക്ഷേത്രങ്ങളുണ്ടോ അതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അത്ര തന്നെ ദേവതമാരുടെ പ്രതിഷ്ഠകളുള്ള ക്ഷേത്രങ്ങളുണ്ട്. അവതാരങ്ങൾക്ക് എത്ര പ്രാധാന്യം ഭാരതത്തിൽ കൊടുത്തിട്ടുണ്ടോ അത്രയും തന്നെ പ്രാധാന്യം അവതാര സ്ത്രീകൾക്കും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ത്രിമൂർത്തി സങ്കല്പത്തിലും ത്രിശക്തി സങ്കല്പത്തിലും. ത്രിശക്തികള് ത്രിമൂർത്തികളെക്കാൾ ശ്രേഷ്ഠന്മാരായിട്ടാണ് ഇരിക്കുന്നത്. ശിവന് പാർവതിയോട് കൂടിയാലേ ശിവശക്തിയായുക്തോ എന്ന സൗന്ദര്യ ലഹരിയിലെ ശങ്കരാചാര്യർ പറഞ്ഞ പോലെ ശക്തിയില്ലാത്ത ശിവൻ ശാന്തർ, ഒന്നും ചെയ്യാൻ പറ്റാത്തതായിട്ടാണ് കഥകളിലൂടെ വിവരിക്കുക. പാർവതിയില്ലാത്ത അർദ്ധനാരീശ്വര സങ്കല്പമാണ് ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള രണ്ടിൻ്റെയും സമന്വയം. അറിവോടുകൂടിയ ബ്രഹ്മാവ് വേണമെങ്കിൽ സരസ്വതി വേണം. ഐശ്വര്യത്തോടു കൂടിയ പ്രപഞ്ച ചൈതന്യമാണ് ലക്ഷ്മി നാരായണ സങ്കല്പം. അത് മൂന്നാമത്തെ ലെവലിൽ ത്രിമൂർത്തി സങ്കല്പം, ത്രിശക്തി സങ്കല്പം. അതിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോഴാണ് പ്രപഞ്ചപുരുഷ സങ്കല്പം എന്ന് വരുന്നത്. ഭഗവത്ഗീതയിലെ 11-ാം അധ്യായത്തില് വിശ്വരൂപം കാണിക്കുന്ന പ്രപഞ്ചപുരുഷ ചൈതന്യമുണ്ട്. അതേപോലെ പുരുഷ സൂക്തത്തിലെ വേദങ്ങളില് ഋഗ്വേദം, യജുർവേദം, അഥർവവേദത്തിൽ വിവരിക്കുന്നുണ്ട്. സമവേദത്തിൽ വിവരിക്കുന്ന സംഗീതാത്മകമായിട്ട്. അത് പുരുഷദേവതാ സങ്കല്പമാണ്. വേദങ്ങളിലെ പുരുഷദേവതാ സങ്കല്പം കാര്യമായിട്ട് വരുമ്പോൾ ആ പ്രപഞ്ച പുരുഷനോട് ചേർന്ന് നിൽക്കുന്നത് ദേവീ സങ്കല്പമാണ്, പ്രകൃതി ദേവീ സങ്കല്പം. പ്രപഞ്ച പുരുഷന് തുല്യമായിട്ട് പ്രകൃതി ദേവീ സങ്കല്പം. സ്ത്രീ പുരുഷന്മാരെത്ര ഭംഗിയായിട്ട് ഒരേപോലെ ആരാധിക്കപ്പെടുന്നു എന്നുള്ളത്. അതിനേക്കാൾ മുകളിലേക്ക് പോകുമ്പോഴാണ് പരമാത്മസങ്കല്പം, പരബ്രഹ്മ സങ്കല്പം. അതിനോട് ചേർന്ന് എന്നാൽ അതിനേക്കാൾ ഉയർന്നു നിൽക്കുന്നു മഹാമായ സങ്കല്പം. അപ്പോൾ ക്ഷേത്രത്തിന്റെ ലെവല്, അതിൻ്റെ മുകളിൽ അവതാരത്തിന്റെ ലെവല്, അതിൻ്റെ മുകളിൽ ത്രിമൂർത്തി ത്രിശക്തി സങ്കല്പത്തിന്റെ ലെവല്, അതിൻ്റെ മുകളിൽ പ്രപഞ്ച പുരുഷ പ്രകൃതി ദേവീ സങ്കല്പത്തിന്റെ ലെവല്, അതിൻ്റെ മുകളിൽ 5-ാമത്തെ ലെവലില് പരബ്രഹ്മ സങ്കല്പവും പരമാത്മ സങ്കല്പവും, അതിൻ്റെ തുല്യമായിട്ട് സ്ത്രീ മഹാമായ സങ്കല്പം. അങ്ങനെ സ്ത്രീകള് ഭാരതത്തിൽ ആരാധിക്കപ്പെടുന്നത് ഏറ്റവും ഉജ്ജ്വൽ, മറ്റൊരു മതത്തിലും ഇല്ല. രാമായണം എഴുതിയത് വാൽമീകി മഹർഷി എന്ന പുരുഷനാണെങ്കിലും അത് സൃഷ്ടിച്ചത് കൈകേയി, മന്ദര, സീത എന്ന 3 സ്ത്രീകളാണ്. ആ 3 പേരിൽ ആരുടെയെങ്കിലും സ്വഭാവമോ സാന്നിധ്യമോ മാറിയിരുന്നെങ്കിൽ വാൽമീകി രാമായണം എന്ന ഗ്രന്ഥമില്ല. മഹാഭാരതം എഴുതിയത് വേദവ്യാസനാണെങ്കിലും കുന്തി, ദ്രൗപദി, ഗാന്ധാരി എന്ന 3 സ്ത്രീ സങ്കല്പത്തിൽ നിന്ന് അല്പം വ്യത്യാസം വന്നിരുന്നുവെങ്കിൽ മഹാഭാരതം എന്ന ഗ്രന്ഥമില്ല. നമ്മൾ ഭാരതത്തെ ഭാരത പിതാവെന്നല്ല പറയാം, ഭാരത മാതാവെന്ന പറയാം, ഗംഗാ മാതാവെന്ന പറയാം. മനുഷ്യനിലുള്ള ബാഹ്യ തിന്മകളെ കഴുകിക്കളയുന്ന ഗംഗാമാതാവ്, വില കുറഞ്ഞത് അകത്തേക്കെടുത്ത് വില കൂടിയ പാലും പാലുൽപ്പന്നങ്ങളും തരുന്ന പശുവിനെ നമ്മൾ ഗോമാതാവ് എന്ന് പറയുന്നു.
ഒരു 10,000 വർഷത്തെ പാരമ്പര്യമുള്ള സംസ്കാരത്തെ ഇന്ന് നിലനിർത്തിയ ഭാരതത്തെ നമ്മൾ ഭാരതമാതാവായിട്ട് കാണുന്നു, മദർലാൻഡായിട്ട് കാണുന്നു. ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി എന്ന് ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നുണ്ട് വാൽമീകി രാമായണത്തില്. അപ്പൊ നമ്മുടെ പ്രകൃതി ദേവീ സങ്കല്പവും ഭൂമാതാ സങ്കല്പവും ഭാരതമാതാ സങ്കല്പവും ഗോമാതാ സങ്കല്പവും നദികളൊക്കെ സ്ത്രീ പേരുകളിലാണ്. ഒരു നദി മാത്രമാണ് ബ്രഹ്മപുത്ര പുരുഷന്റെ പേരിലുള്ളത്. ബിയാസ് എന്നൊരു നദിയുണ്ട്, ബാക്കിയെല്ലാം സ്ത്രീയുടെ പേരിലുള്ളതാണ്. അതെല്ലാം ഐശ്വര്യത്തിൻ്റെയും അറിവിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും എല്ലാം പകർപ്പായിട്ടാണ് സ്ത്രീകൾ അറിയപ്പെടുന്നത്. ഭഗവത്ഗീതയിൽ അവസാനിക്കുന്ന ഭാഗത്ത് സഞ്ജയൻ പറയുന്നുണ്ട്, എത്ര യോഗീശ്വര കൃഷ്ണോ, യോഗീശ്വരനായ ശ്രീകൃഷ്ണൻ എവിടെയുണ്ടോ, എത്ര പാർത്ഥോ ധനുർധര, ധനുർധാരിയായിട്ടുള്ള പാർത്ഥൻ അർജുനൻ എവിടെയുണ്ടോ, രണ്ട് പുരുഷന്മാരാണ്. തത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവ നീതിർ മതിർമമ, അവിടെ ആ ശ്രീകൃഷ്ണ സങ്കല്പവും അർജുന സങ്കല്പവും എവിടെയുണ്ടോ അവിടെ ശ്രീ, തത്ര അവിടെ ശ്രീ ഐശ്വര്യം, വിജയം വിജയോ ഭൂതിർ സ്മരണ, അതും ഐശ്വര്യം തന്നെയാണ്, ഭൂതി നന്മകള്. ശ്രീ വിജയോ ഭൂതിർ ധ്രുവ നിശ്ചയദാർഢ്യം, ധ്രുവ നീതി, നീതിന്യായ വ്യവസ്ഥയിലെ നീതി, മതി ബുദ്ധിശക്തി, മമ എന്റേതെന്ന ധന്യമായ വികാരം. തത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവ നീതിർ മതിർമമ, ഈ 6 സ്ത്രീ സങ്കല്പാണ്. എവിടെയാണോ കൃഷ്ണൻ എന്ന പുരുഷനും അർജുനൻ എന്ന പുരുഷനും ഉള്ളത് അവിടെ പുറത്തേക്ക് പ്രസരിക്കുന്നതും പ്രതിഫലിക്കുന്നതും സ്ത്രൈണമായ ഐശ്വര്യധാരയാണ്. വേദങ്ങളില് രാത്രി എന്ന് പറയുന്നത് പോലും സ്ത്രീ സങ്കല്പാണ്, അമ്മ എന്ന സങ്കല്പാണ്. രാത്രി സൂക്തം അതിഗംഭീരാണ്. ആ കുട്ടികൾ അമ്മയുടെ മടിയിൽ ഉറങ്ങുന്നു, ആ മാതൃസങ്കല്പമാണ് രാത്രിയുടെ മടിയിൽ ജനങ്ങൾ ഉറങ്ങുന്നതും ജീവജാലങ്ങൾ ഉറങ്ങുന്നതുമായിട്ട് ആ രാത്രി മാതാവായിട്ടാണ് കണക്കാക്കുക. വിഷ്ണു സഹസ്രനാമം പുരുഷനെ കുറിച്ചാണെങ്കിൽ ലളിതാ സഹസ്രനാമം സ്ത്രീയെ കുറിച്ചിട്ടാണ്. ഭാഗവതം കൃഷ്ണനുമായിട്ടും ബാക്കിയുള്ളതുമായിട്ട് ബന്ധപ്പെട്ട 355 അധ്യായമുള്ള ഗ്രന്ഥമാണെങ്കിൽ ദേവി ഭാഗവതം മുഴുവനും ദേവിയെക്കുറിച്ച് വിവരിക്കുന്നതാണ്. അപ്പുറത്തും ഇപ്പുറത്തുമുണ്ട് തത്തുല്യമായത്. വേദവ്യാസൻ എന്ന ജഗദ്ഗുരു ദുഃഖം വന്നപ്പോൾ വന്നത് മത്സ്യഗന്ധി എന്ന അമ്മയുടെ മടിയിലേക്ക് കിടക്കാനാണ് വന്നത്. ദേവീ മഹാത്മ്യത്തില് വളരെ ഗംഭീരമായിട്ട് ദേവിയെ പൂജിക്കുന്നത് പോലെ ശരിക്കും പറയാറുണ്ട്, നമസ്തസ്യൈ 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 നമോ നമഃ, യാ ദേവി സർവഭൂതേഷു സ്മൃതി രൂപേണ സംസ്ഥിത, സർവചരാചരങ്ങളിലും സ്മൃതി ഓർമ്മയായിട്ട് നിലനിൽക്കുന്ന ദേവിയാണ്. യാ ദേവി സർവഭൂതേഷു ധൃതി രൂപേണ സംസ്ഥിത, നിശ്ചയദാർഢ്യമായിട്ട് നിൽക്കുന്നത് ദേവിയാണ്. യാ ദേവി സർവഭൂതേഷു ശാന്തി രൂപേണ സംസ്ഥിത, ശാന്തിയായിട്ട് നിലനിൽക്കുന്നത് മാതൃഭാവത്തിലുള്ള ദേവിയാണ്. യാ ദേവി സർവഭൂതേഷു ജ്ഞാനരൂപേണ സംസ്ഥിത, നമസ്തസ്യൈ 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 നമോ നമഃ, ജ്ഞാനമായിട്ട് നിൽക്കുന്നത് ദേവിയാണ്. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത, അമ്മയുടെ രൂപത്തിൽ നിൽക്കുന്നത് ദേവിയാണ്. യാ ദേവി സർവഭൂതേഷു കാന്തിരൂപേണ സംസ്ഥിത, സൗന്ദര്യമായിട്ട് നിലനിൽക്കുന്നത് ദേവീ സങ്കല്പാണ്. യാ ദേവി സർവഭൂതേഷു ധൃതി ധാരണാരൂപേണ സംസ്ഥിത, അറിവിന്റെ ധാരണയായിട്ട് നിൽക്കുന്നത്. അങ്ങനെ എത്രയെത്ര വാക്കുകളാണ് ദേവിയുടെ പര്യായമായിട്ട് പറയുന്നത്. ഇത്രയും ഞാൻ നിങ്ങളോട് വിവരിച്ചത് ഭാരതത്തില്, ഭാരതീയ സംസ്കാരത്തില്, ഹിന്ദു ധർമ്മത്തില് സ്ത്രീകള് ആരാധിക്കപ്പെടുന്ന പോലെ അതിൻ്റെ 10,000-ലൊരംശം പോലും മറ്റൊരു മതത്തിലും ആരാധിക്കപ്പെടുന്നില്ല എന്നൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. പ്രണാമം, നമസ്കാരം.